പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ്. അവരേക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ. ഞങ്ങൾ വല്ല വിട്ടുവീഴ്ചയും കാണിക്കാറുണ്ട്. ഇതതിനുള്ള സമയമല്ല. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഞങ്ങൾ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്, ഗവൺമെൻറ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പറയാം. ഇപ്പം എൻ്റെ പേരിലൊരു ക്യാമ്പയിൻ വന്നു. അത് CPM ഹാൻഡിൽ ചെയ്യാനാണ് ഉണ്ടായത്. ഞാനതിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. DGPക്ക് എൻ്റെ ഓഫീസ് കംപ്ലയിൻറ്റ് ചെയ്തു. ഞങ്ങളാരും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 2018 പ്രളയമാണ്. അപ്പോൾ കുറേ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും. അതിലൊരു കണക്കുണ്ടാവും. അതിൽ എത്ര രൂപ ഏതെല്ലാം ഐറ്റത്തിൽ ചിലവാക്കി, എത്ര രൂപ കിട്ടിയെന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഇത് പറഞ്ഞാൽ മതി. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VM സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്യരുത്. പക്ഷേ ആളുകളത് പറയാനുള്ള, അവരെ അറസ്റ്റ് ചെയ്യല്ല വേണ്ടത്, അവരത് പറയാനൊരു കാരണമുണ്ട് പഴയത്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഗവൺമെൻറ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാൽ മതി. പേടിക്കണ്ട, ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും. അപ്പോൾ ആളിൽ കുറേ കൂടെ പൈസയും കിട്ടും. അല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് UDF പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കാനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതല്ല, അതിൻ്റെ 1000 ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. ഒരു പ്രശ്നമല്ല. നമ്മുടെ അതൊക്കെ ഒരു പ്രതീകാത്മകമാണ്. നമ്മുടെ ശമ്പളം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതീകാത്മകം. മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യാണ്. അത് ചെയ്തോളാം. നമ്മളിപ്പോൾ ഈ 100 വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും സഹായിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ MLA ആണ് T സിദ്ദിഖി. അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം, വസ്ത്രം, എന്താവശ്യം, മരുന്ന്, എന്ത് വേണമെങ്കിലും എത്തിച്ചു തരാമെന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്തിച്ചു തരാം എന്ന് പറയുന്നത്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ആൾ തയ്യാറായി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.